ഗെറ്റ് ആൻഡ് ത്രൂ. ഈ രണ്ട് വേർഡ്സും ചേർത്ത് പറഞ്ഞാൽ ഗെറ്റ് ത്രൂ. ഇത് ഒരു ഫ്രേസൽ വെർബ് ആണ്. ഇതിന് ഡിഫറെൻറ്റ് മീനിങ്സ് ഉണ്ട്. ഒരു മീനിങ് ഫിനിഷ്, പൂർത്തിയാക്കുക. വാട്ട് ടൈം ഡു യു ഗെറ്റ് ത്രൂ? എപ്പോഴാണ് നിങ്ങൾ പൂർത്തിയാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പൂർത്തിയാകുന്നത് എന്ന അർത്ഥത്തിൽ ഇത് ഉപയോഗിക്കാം. വാട്ട് ടൈം ഡു യു ഗെറ്റ് ത്രൂ? വാട്ട് ടൈം ഡു യു ഫിനിഷ്? ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരോടോ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരോടോ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നവരോടോ ഒക്കെ ഇങ്ങനെ ചോദിക്കാം. വാട്ട് ടൈം ഡു യു ഗെറ്റ് ത്രൂ? വാട്ട് ടൈം ഡസ് ദ മൂവി ഗെറ്റ് ത്രൂ? എപ്പോഴാണ് മൂവി തീരുന്നത്? തിയേറ്ററിലിരുന്ന് മൂവി കാണുന്നവരോട് നമുക്ക് ചോദിക്കാം. വാട്ട് ടൈം ഡസ് ദ മൂവി ഗെറ്റ് ത്രൂ? വാട്ട് ടൈം ഡസ് ദ മൂവി ഫിനിഷ്? ഇറ്റ് ഗെറ്റ്സ് ത്രൂ അറ്റ് 9 o'clock. ഇത് തീരുന്നത് 9 o'clockനാണ്. ഇറ്റ് ഗെറ്റ്സ് ത്രൂ അറ്റ് 9 o'clock. ഒരു ബുക്കിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ ഒക്കെ നമുക്ക് ഗെറ്റ് ത്രൂ ഉപയോഗിക്കാം. പലപ്പോഴും അത് കൂടുതൽ സമയം എടുക്കുന്നതായിരിക്കും. ഒരു ബുക്ക് വായിച്ചു തീർക്കാൻ, അതല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് മുഴുവനാക്കാനൊക്കെ ഒരുപാട് സമയമെടുക്കില്ലേ? ഇറ്റ് ടുക്ക് മീ 2 weeks ടു ഗെറ്റ് ത്രൂ ദിസ് ബുക്ക്. ഇത് വായിച്ചു തീർക്കാൻ എനിക്ക് 2 weeks സമയമെടുത്തു. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ഗെറ്റ് ത്രൂ കോളേജ്? കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോട് ചോദിക്കാം. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ഗെറ്റ് ത്രൂ കോളേജ്? കോളേജിലെ സ്റ്റഡീസൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കാറുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അത് ഓരോ കോഴ്സ് അനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും. ചിലപ്പോൾ 4 years എടുക്കും, ചിലപ്പോൾ 5 years എടുക്കും, ചിലപ്പോൾ 3 years എടുക്കും. അങ്ങനെയല്ലേ? അപ്പോൾ ഇറ്റ് ടേക്സ് 4 years ടു ഗെറ്റ് ത്രൂ കോളേജ്. ഗെറ്റ് ത്രൂ എന്നതിന് പാസ്, കടന്നു പോവുക എന്നർത്ഥം ഉണ്ട്. കുറേ ആളുകൾ കൂടി നിൽക്കുന്നു എന്ന് കരുതുക. നമുക്ക് അവരെ പാസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകണം. അപ്പോൾ ക്യാൻ ഐ ഗെറ്റ് ത്രൂ എന്ന് ചോദിക്കാം. കുറച്ചുകൂടി പൊളൈറ്റായിട്ട് ചോദിക്കണമെങ്കിൽ മേ ഐ ഗെറ്റ് ത്രൂ എന്ന് ചോദിക്കണം. കാരണം അവരൊന്ന് മൂവ് ചെയ്ത് തന്നാലല്ലേ, അവരൊന്ന് നീങ്ങി തന്നാലല്ലേ, അവരൊന്ന് മാറി തന്നാലല്ലേ നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റൂ. അപ്പോൾ കുറച്ച് പൊളൈറ്റായിട്ട് ചോദിക്കണമെങ്കിൽ മേ ഐ ഗെറ്റ് ത്രൂ എന്ന് ചോദിക്കാം. ഗെറ്റ് ത്രൂ എന്നതിന് പാസ് ദ എക്സാം എന്ന മീനിങ്ങും ഉണ്ട്. ഷീ ഗോട്ട് ത്രൂ ഹെർ എക്സാംസ് വിതൗട്ട് ടു മച്ച് ട്രബിൾ. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അവൾ എക്സാം പാസ്സായി എന്നാണ്. ഷീ ഗോട്ട് ത്രൂ ഹെർ എക്സാംസ് വിതൗട്ട് ടു മച്ച് ട്രബിൾ. ഇനി വേറൊരു എക്സ്പ്രഷൻ നോക്കൂ, ഗെറ്റ് ത്രൂ ദ ഡേ. ഇതിൻ്റെ മീനിങ് ഒരുപാട് ബുദ്ധിമുട്ടോടുകൂടി ഒരു വർക്ക് ചെയ്യുക എന്നതാണ്. ഗെറ്റ് ത്രൂ ദ ഡേ. ഹീ ഡസ് വാട്ട് ഹീ ക്യാൻ ടു ഗെറ്റ് ത്രൂ ദ ഡേ. അവന് പറ്റാവുന്നതെല്ലാം ചെയ്യുന്നു. ടു ഗെറ്റ് ത്രൂ ദ ഡേ, ആ ദിവസം ഒന്ന് പൂർത്തിയാക്കാൻ. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് പിടിച്ച ഒരു ദിവസമായിരുന്നു അന്ന്. ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു എന്നാണ്. ഹീ ഡസ് വാട്ട് ഹീ ക്യാൻ ടു ഗെറ്റ് ത്രൂ ദ ഡേ. എന്തൊരു ആക്ടിവിറ്റി ആയാലും ആ ആക്ടിവിറ്റി കൊണ്ട് ആ ദിവസം മുഴുവൻ ഫിനിഷായി എന്നാണ്. ഇനി നമുക്ക് ഹീ എന്ന ഒരു പ്രോനൗൺ മാറ്റി ഐ വെച്ച് നോക്കിയാലോ. ഐ ഡു വാട്ട് ഐ ക്യാൻ ടു ഗെറ്റ് ത്രൂ ദ ഡേ. എനിക്ക് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്യുന്നു. ടു ഗെറ്റ് ത്രൂ ദ ഡേ, ആ ദിവസം മുഴുവനാക്കാൻ. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് പിടിച്ച ഒരു വർക്കിനെ പറ്റിയൊക്കെ പറയുമ്പോഴാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഗെറ്റ് ത്രൂ ദ ഡേ. മാനേജ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. വല്ലാത്ത ഡിഫിക്കൽട്ടായ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യുക, അതല്ലെങ്കിൽ അത് തരണം ചെയ്യുക, സക്സീഡ് എന്നൊക്കെയുള്ള മീനിങ്സും ഉണ്ട് ഗെറ്റ് ത്രൂ എന്ന ഫ്രേസൽ വെർബിന്. ഐ കാൺട്ട് ഗെറ്റ് ത്രൂ. എനിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കത് തരണം ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു ഗെറ്റ് ത്രൂ. അത് തരണം ചെയ്യാൻ, അതല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു ഗെറ്റ് ത്രൂ. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിലാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഐ കുഡൻറ്റ് ഗെറ്റ് ത്രൂ. എനിക്ക് അത് സാധിച്ചില്ല, എനിക്കത് തരണം ചെയ്യാൻ സാധിച്ചില്ല, എനിക്കത് മാനേജ് ചെയ്യാൻ എന്നൊക്കെയുള്ള മീനിങ്സിൽ ഐ കുഡൻറ്റ് ഗെറ്റ് ത്രൂ എന്നുപയോഗിക്കാം. ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ടു ഗെറ്റ് ത്രൂ. അത് തരണം ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ സാധ്യമായിരുന്നില്ല.
ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ടു ഗെറ്റ് ത്രൂ. നമ്മുടെ ഫോണിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, സം ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടെന്ന് കരുതുക. നമുക്ക് ആരുമായും കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ഫോണിൻ്റെ ആ ഒരു ടെക്നിക്കൽ പ്രോബ്ലംസ് കാരണം. അപ്പോൾ നമുക്ക് പറയാം ഐ കാൺട്ട് ഗെറ്റ് ത്രൂ. ഗെറ്റ് ത്രൂ എന്നതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന ഒരു മീനിങ്ങും ഉണ്ട്. ഇറ്റ് ഈസ് ഹാർഡ് ടു ഗെറ്റ് ത്രൂ ടു ഹർ. ഇനി വേറൊരു എക്സ്പ്രഷനാണ് ഗെറ്റ് ഇറ്റ് ത്രൂ യുവർ ഹെഡ്. ദിസ് മീൻസ് ടു മെമ്മറൈസ് സംതിങ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, സോ യു നീഡ് ടു ഗെറ്റ് ദിസ് ത്രൂ യുവർ ഹെഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ട് ഇത് ഓർമ്മയിൽ വയ്ക്കണം, മെമ്മറൈസ് ചെയ്ത് വയ്ക്കണം എന്നാണ്. അപ്പോൾ ഗെറ്റ് ത്രൂ എന്ന ഫ്രേസൽ വേർബിൻ്റെ ഉപയോഗം മനസ്സിലായില്ലേ?